ഹലോ, അപ്പോൾ ഞങ്ങളുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ലച്ചുമോള് വരുന്ന വരെയുള്ള വീഡിയോസാണ് കേട്ടോ നമ്മൾ കണ്ടത്. അപ്പം ഇന്ന് 12 ആകുമ്പോൾ ലച്ചുമോള് വരും കേട്ടോ, സ്കൂൾ വിട്ട് വരും. അപ്പം അതിന് ശേഷമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടാലോ. അപ്പം ഞാൻ ചോറും കറികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവൾ വന്നതിന് ശേഷം കാണാം കേട്ടോ. അപ്പൊ ലച്ചുമോള് വന്നു കേട്ടോ. ലച്ചു ബാഗൊക്കെ കൊണ്ട് വെക്കട്ടെ. ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിന്ന് കുളിച്ച് വരാൻ പോവാട്ടാ. കുളിച്ച് കഴിഞ്ഞിട്ട് വരാട്ടോ. ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാട്ടോ. അപ്പൊ ഡ്രസ്സൊക്കെ മാറാൻ പോവാവേ. ബൈ ബൈ. അപ്പൊ ഡ്രസ്സൊക്കെ മാറിയിട്ടോ. ഇനി ലച്ചുമോൾക്ക് ചോറ് കൊടുക്കുവാണേ. അപ്പൊ ചോറിന് എന്തൊക്കെ കറി എന്ന് പറഞ്ഞു കൊടുത്തേ. ചെമ്മീന്, പരിപ്പ് കറി. ലച്ചുമോൾക്ക് ഇഷ്ടമാണ് കേട്ടോ ചെമ്മീനൊക്കെ. അത് കൂട്ടി ചോറ് കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടു കേട്ടോ. ടി വി കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ലച്ചുമോള് കിടന്നുറങ്ങി കേട്ടോ. സോഫയിലാട്ടോ കിടന്നുറങ്ങണത് ആള്, പുതപ്പൊക്കെ പൊതിച്ച്. ആ സമയത്ത് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഓൺലൈനിലൊക്കെ നോക്കും കേട്ടോ. ഓൺലൈനിൽ പിന്നെ കുറച്ച് ജോബ് വേക്കൻസി ഒക്കെ അപ്ലൈ ചെയ്യും. അങ്ങനെ കുറച്ച് നേരം ഇരിക്കും കേട്ടോ ഓൺലൈനിൽ നോക്കിയിട്ട്. അതിന് ശേഷം ഞാൻ കുറച്ച് തുണിയൊക്കെ അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണക്കാനിട്ട തുണി ഞാൻ എടുത്ത് മടക്കിയൊക്കെ വെക്കുവാണ് കേട്ടോ. കുറച്ച് തുണികളുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ വീടിൻ്റെ അകത്ത് തന്നെയാണ് കേട്ടോ തുണികളൊക്കെ ഉണക്കാനിടുന്നത്. പുറത്തങ്ങനെ നമുക്ക് വിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അപ്പോൾ തുണി അലക്കാനിട്ട സമയത്ത് ഞാൻ തുണി ഉണങ്ങിയതൊക്കെ എടുത്ത് മടക്കി വെക്കുവാണ് കേട്ടോ. അപ്പോൾ ലച്ചുമോൾ ഉറങ്ങണ സമയത്താണ് കേട്ടോ ഞാനിതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ തുണിയൊക്കെ മടക്കി വെച്ച് ഞാൻ തുണി അലക്കാനിട്ടതൊക്കെ വിരിച്ചു കേട്ടോ. പിന്നെ കുറച്ച് നേരം ഞങ്ങളുടെ മീനുമായിട്ടൊക്കെ കുറച്ച് നേരം അവളെ നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നു കേട്ടോ. അതിന് തീറ്റ കൊടുക്കാനും ഒക്കെ ഇരുന്നു. അങ്ങനെ 3:30 ആയപ്പോഴത്തേക്കും ചേട്ടൻ വന്നു കേട്ടോ. ചേട്ടൻ 3:30 ആകുമ്പോഴത്തേക്കും വരും. അപ്പോൾ ചേട്ടനെ അറിയത്തില്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം. അതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. ചോറൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ പിന്നെ ഉറങ്ങാൻ പോകും കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ രാവിലെ നേരത്തെയൊക്കെ എഴുന്നേൽക്കുന്നതല്ലേ. അങ്ങനെ ലച്ചുമോളെ ഞാൻ ബെഡ്റൂമിൽ കൊണ്ടേക്ക് എടുത്തിട്ടോ. ഞാൻ ഈ സമയത്താട്ടോ ബെഡ്റൂമിൽ കൊണ്ടേക്ക് എടുത്തോളൂ. കാരണം അല്ലാത്ത സമയത്തൊക്കെ ഞാൻ ഹാളിലാണ് കേട്ടോ ഇരിക്കുന്നത്. അങ്ങനെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് പിന്നെ ചായയൊക്കെ വെക്കാനായിട്ട് നോക്കുക കേട്ടോ. മുട്ടയൊക്കെ അടുപ്പത്ത് വെച്ച്. ലച്ചുമോൾക്ക് ഇന്ന് കരാട്ട ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവളെ വിടണം. ലച്ചു അങ്ങനെ ലച്ചുമോൾ എഴുന്നേറ്റിട്ടുള്ള ഇതാട്ടോ ഇനി കാണുന്നത്. ഉറക്കത്തിൻ്റെ ഇത് മാറണേ ഉള്ളൂ കേട്ടോ. മടിയാണ് ഉറക്കം എഴുന്നേറ്റ് പോകാനൊക്കെ ആയിട്ട്. ചായ ഒന്നും കുടിക്കത്തില്ല കേട്ടോ. വന്നു കഴിയുമ്പോഴേ ചായ കുടിക്കത്തുള്ളൂ. ചിലപ്പോൾ മൂഡ് അനുസരിച്ചിരിക്കും കേട്ടോ ഓരോരോ കാര്യങ്ങൾ.
അങ്ങനെ എഴുന്നേറ്റ് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ആൾ ഓക്കെ ആവും കേട്ടോ. ആൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ പോകുന്നത്. അങ്ങനെ അവർ കരാട്ട ക്ലാസ്സിനൊക്കെ പോവുക കേട്ടോ. അതിന് ശേഷം ഞങ്ങൾക്കൊന്ന് പുറത്തേക്കൊക്കെ പോകണം. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നിരിക്കുമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം. പോകാൻ ഇറങ്ങുമ്പോൾ ചെരുപ്പിടാനായിട്ട് ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ. ഒരു 3-4-5 ജോഡി ചെരുപ്പുണ്ട് ലച്ചുമോൾക്ക്. അപ്പോൾ നമ്മൾ ഇടാൻ പറയുന്ന ചെരുപ്പ് അവൾ ഇടത്തില്ല കേട്ടോ. അവൾക്ക് ഇഷ്ടമുള്ള ചെരുപ്പാണ് അവൾ ഇടും. അങ്ങനെ ലാസ്റ്റ് അവൾ ആ ചെരുപ്പ് റോസ് അത് ഇടാൻ തന്നെ ഭയങ്കര മടിയാണ് കേട്ടോ. അതാണ് ഇട്ടുകൊണ്ട് പോകുന്നത്. എളുപ്പത്തിൽ ഇടാൻ പറ്റുന്ന ചെരുപ്പാണല്ലോ. ബാക്കിയെല്ലാം ഷൂ ആണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഇട്ട് കരാട്ടയ്ക്ക് അവർ പോയിട്ടോ. അതിന് ശേഷം ഞാൻ പുറത്തേക്ക് പോകാനായിട്ട് റെഡിയായി. ചേട്ടൻ വിളിക്കും കേട്ടോ താഴേന്ന്. അങ്ങനെ ഞാൻ ലിഫ്റ്റിലൊക്കെ കയറി താഴേക്ക് പോവാട്ടോ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട്. ഇവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ തന്നെയാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഞങ്ങളെത്തി. സാധനങ്ങളൊക്കെ വാങ്ങി. ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഞാൻ ബേക്കറി ഐറ്റംസൊക്കെ നോക്കുവാണ് കേട്ടോ. ലച്ചുമോൾക്ക് സ്കൂളിൽ കൊടുത്ത് വിടാനും ഒക്കെ ആയിട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ സാധനം എടുത്തു കേട്ടോ. എന്തോ ഒരു കപ്പ് കേക്കായിരുന്നു കേട്ടോ. അങ്ങനെ കപ്പ് കേക്കൊക്കെ എടുത്തു, സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. അത് ഞങ്ങൾ അതായത് നാളെ ലച്ചുമോൾക്ക് സ്വിമ്മിങ്ങിന് പോവേണ്ട ദിവസമാണ് കേട്ടോ. അപ്പോൾ അവൾ ആദ്യമായിട്ടാണ് സ്വിമ്മിങ്ങിന് പോകുന്നത്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കൊടുത്തു വിടണം. അപ്പോൾ ഞങ്ങൾ ഫാഹയിലൊന്ന് പോവാണ് കേട്ടോ. തിരിച്ചു വന്നതിന് ശേഷം അവളെയും കൂട്ടി ഫാഹയിൽ പോയി. നമ്മൾ നേരത്തെ പോയ സൂപ്പർ മാർക്കറ്റിൽ ആ സാധനം ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഫാഹയിൽ വന്നിട്ടാണ് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിയത്. സ്വിമ്മിങ്ങിനുള്ള ഡ്രസ്സും ക്യാപ്പ് പിന്നെ എന്താ സ്പെക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങി കൊടുത്തു വിടണം. അങ്ങനെ വാങ്ങിക്കാൻ ചെന്ന സമയത്താണ് ഈ ബാഗുകളൊക്കെ ഞാൻ കണ്ടത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ബാഗുകൾ. എല്ലാം നല്ല രസമായിരുന്നു കേട്ടോ. ഇങ്ങനെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി സാധനങ്ങൾ കിട്ടും കേട്ടോ. ഈ ബാഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. പക്ഷേ ഞാൻ വാങ്ങിയില്ല. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. ഈ കളർ കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ സ്വിമ്മിങ്ങിനുള്ള ഡ്രസ്സൊക്കെ നോക്കി. ഈ ചേട്ടൻ ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ കാണിച്ചു തന്നു കേട്ടോ സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ടുള്ള. അങ്ങനെ ഈ റോസ് ഡ്രസ്സാണ് കേട്ടോ ഞങ്ങൾ എടുത്തത്. വേറെ ഞങ്ങൾ നോക്കിയായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതാണ് കേട്ടോ. അവൾക്ക് ഇടാൻ കംഫോർട്ടും അതായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് കുളിച്ചു. എൻ്റെ അമ്മ ഭയങ്കര ടയേർഡായിപ്പോയി കേട്ടോ. പുറത്തൊന്നും അത് ഭയങ്കര ചൂടല്ലേ. അതിന് ശേഷം ഞങ്ങൾ ചോറൊക്കെ കൊണ്ട് ലച്ചുമോള് കളിക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചു. കിച്ചണൊക്കെ ക്ലീനാക്കി എല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര പാടല്ലേ. അതുമല്ല രാത്രി ക്ലീനാക്കി വെക്കുവാണെങ്കിൽ നമ്മൾ രാവിലെ കിച്ചണിലേക്ക് കയറുമ്പോൾ നല്ല നമുക്കൊരു മൈൻഡ് ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ അന്നേരം. അതിന് ശേഷം ഞങ്ങൾ മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ മുഖത്തിട്ടു. കാരണം ഇവിടെ ഭയങ്കര ഡ്രൈ ആവും സ്കിന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് രാത്രി കിടക്കാൻ നേരത്ത് മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ ഇടും. ലച്ചുമോൾക്കും ഇട്ട് കൊടുക്കും. ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് കേട്ടോ. എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറഞ്ഞേ. ഗുഡ് നൈറ്റ്, ടാറ്റാ, ബൈ ബൈ, സീ യു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കിടന്നുറങ്ങി കേട്ടോ. ഞങ്ങളുടെ ഉച്ച മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
കൂടാതെ ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഗുഡ് നൈറ്റ്.